ജോസഫ് മാഷ കൈവെട്ടിയതാരാ? നിങ്ങൾ ആരെ പറ്റിക്കാൻ നോക്കണേ? നിങ്ങൾക്ക് ബന്ധമൊന്നുമില്ലെന്നാണ് അപ്പൊ നിങ്ങൾ പറയുന്നത്? അതന്നെ പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടുകാരന് എസ് ഡി പി ഒക്കെ ഒന്ന് തന്നെയാണെന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ആരെയാണ് പൊട്ടനം കളിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത്? നിങ്ങൾ ആരെയാണ് പൊട്ടം കളിപ്പിക്കുന്നത് പറയൂ. നിങ്ങൾ ഈ ജിഹാദി ഫണ്ട് ഇറക്കിയിട്ട് ജിഹാദി തരം ഇവിടെ ഇറക്കുമ്പോൾ ഞാൻ കുറച്ച് RSS തരം ഇവിടെ ഇറക്കിയിരിക്കും. അതിൽ നിങ്ങൾ വെറുതെ നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. RSS എന്ന് പറഞ്ഞിട്ടുണ്ടെന്നാലും നമ്മളിവിടെ മിണ്ടാണ്ട് ഇരിക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളുടെ ജിഹാദി തരം നമ്മളിവിടെ കണ്ട ജിഹാദീനെ തന്നെ ഞാൻ വിളിക്കും. ജോസഫ് മാഷിന്റെ കൈയും വിറ്റ ആരിഫ് എത്ര കാലം ഇങ്ങനെ ജീവിക്കും? അതിന്റെയൊക്കെ ഇരട്ടി ആയിരക്കണക്കിന് മനുഷ്യരെ വെട്ടിയും തല്ലിയും കത്തിച്ചും കൊന്ന RSSനെ കുറിച്ച് എന്തുകൊണ്ട് ആരിഫ് ഒന്നും പറയുന്നില്ല? എന്താ RSSകാർ കൊന്ന മനുഷ്യരൊന്നും മനുഷ്യരേ അല്ലായിരുന്നോ? ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നശിപ്പിച്ച് മുച്ചൂട് മുടിച്ച് പുതിയ നിയമങ്ങൾ ഇറക്കുന്ന BJPയെ കുറിച്ച് എന്തുകൊണ്ട് ഇവൻ ഒരു വാക്ക് പോലും ഉരിയാടുന്നില്ല? ഈ രാജ്യത്ത് കേരളത്തിൽ തീവ്രവാദം പ്രവർത്തിക്കുന്നവരെ ശിക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്, കോടതിയുണ്ട്, പോലീസുണ്ട്. ജോസഫ് മാഷിന്റെ കൈയർത്ത കുറ്റവാളികൾ അടക്കമുള്ള എല്ലാ കുറ്റവാളികളും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഗുജറാത്ത് കലാപമടക്കം BJP RSSും ചെയ്ത ആയിരക്കണക്കിന് കൊലപാതകങ്ങളിൽ ആരൊക്കെ ഇപ്പൊ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്? അവർക്കെല്ലാം ലഡ്ഡും ഹാരങ്ങളും അർപ്പിച്ച് സിമ്പിളായിട്ട് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയില്ലേ? എന്തുകൊണ്ട് ഒരു കൂട്ടം ജനതയ്ക്ക് മാത്രം ഇവിടെ നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് നിനക്ക് ചോദിക്കാൻ പറ്റുമോ? അതിനുള്ള ചങ്കൂറ്റോ ആണത്തോ ഉണ്ടോ നിനക്ക്? ആണും പെണ്ണും കെട്ട തര ഇവിടെ ഇറക്കല് കാര്യവേ. ഈ രണ്ടും കെട്ട ഉണ്ടല്ലോ ഉപദേശം, അത് രണ്ടും ഒരുമിച്ചാക്കല്. ഈ അന്യ മതസ്ഥരെ കാണുമ്പോ നിനക്ക് അങ്ങോട്ട് വല്ലാണ്ട് ചൊറിയുന്നുണ്ടെങ്കിൽ നീ വല്ല കൊട്ടേഷൻ പണിക്കും പോവാ. സമൂഹത്തിൽ വിഷം കുത്തി നിറയ്ക്കുന്ന നിന്നെ പോലുള്ള വിഷ ജന്തുക്കളെ ഇവിടെ ആവശ്യമില്ല. രണ്ടു കൂട്ടം ജനങ്ങളെ തമ്മിലടിപ്പിച്ചും കലാപങ്ങളും ഉണ്ടാക്കാനല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഈ നാടിന് യാതൊരു പ്രയോജനവും ഇല്ല. ജോസഫ് മാഷിനോട് ചെയ്ത പോലുള്ള അക്രമങ്ങളും തീവ്രവാദങ്ങളും ചെയ്യാത്ത ഒരു ജാതിയും ഒരു മതവും ഇന്ന് ഈ ഭൂമിയിലില്ല. എന്ന് വെച്ചാൽ ആ ഒരു ജാതിയെ മതത്തെ ഇവിടെ അടച്ചാരും അധിക്ഷേപിക്കാറില്ല, അവരെ തീവ്രവാദി എന്ന് വിളിക്കാറില്ല. പക്ഷെ ആരിഫ് ഇത് പറഞ്ഞത് ജോസഫ് മാഷിന്റെ കൈ വെട്ടിയവരോടല്ല, നിങ്ങളല്ലേ അത് ചെയ്തേ എന്നാണ്. 10 പേര് തീവ്രവാദം ചെയ്യുന്നതിന് 10,000 പേരെ തീവ്രവാദികളാക്കുന്നത് എന്തിന്? അതല്ല BJP ആണെങ്കിൽ ശരിയാണ്, കാരണം BJPക്ക് അന്യമതസ്ഥരല്ല ആഭ്യന്തര ശത്രുക്കളാണ്. അവര് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം പള്ളികൾ ഇടിച്ചു തകർക്കുന്നു, അന്യമതസ്ഥരെ കയ്യേറ്റം ചെയ്യുന്നു, കൊന്നുകളയുന്നു. അവരുടെ മുദ്രാവാക്യം പോലും ജയ് ശ്രീറാം എന്നാണ്. ജയ് ശ്രീറാം വിളിക്കുന്നത് തന്നെ കൊല്ലാനും നശിപ്പിക്കാനും വേണ്ടിയാണ്. അതൊരു തീവ്രവാദ സംഘടനയാണ്, ലോകത്തിലെ ഏറ്റവും വലിയ തീവ്രവാദികളാണെന്ന് പല വട്ടവുമാര് തെളിയിച്ചതുമാണ്. അത് അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ ഇറാനിലോ അല്ല, ഇന്ത്യയിൽ തന്നെ.